ബ്യൂട്ടിഫുൾ ഹൗസ്. പട്ടിയുണ്ടോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇത് സുമിയുടെ ഫാം ഹൗസാ? അല്ല, ഇതെന്റെ വീടാ. അല്ല, അത് അമ്മ ഇച്ചിരി പ്രശ്നമാ, ഒന്നും തോന്നല്ലേ. ഒട്ടാണോ? വലതുകാലം വെച്ച് കയറ. അമ്മേ, മോള് നേരത്തെ എത്തിയോ? ഇതാരാ കൂടെയുള്ള കൊച്ച്? മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ? തീരെ വയ്യ മോനെ, അതാ കിടക്കുന്നത്. ഒന്നും തോന്നല്ലേ. മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ? അമ്മ ഇതെന്റെ ഭർത്താവാ. ഓ, ഞങ്ങള് കല്യാണം കഴിച്ചു. നീ എന്താടി പറഞ്ഞത്? നീ കൊച്ചിനെ കെട്ടിന്നോ? നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയ്ക്കല്ലായിരുന്നു സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്ന് പോവെന്ന്? ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ? എന്ന് കരുതി എട്ട് പൂട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? ഇവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. അതിന് അമ്മയല്ലല്ലോ കെട്ടിയത്, ഞാനല്ലേ. ആ ബുദ്ധിമുട്ട് ഞാനങ്ങ് സഹിച്ചോളാം. ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. അത് എന്റെ വീട്ടിൽ നടക്കൂല. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ സുമേഷിനെ വിളിക്കാം. നിങ്ങളെ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നോ. അതെ സുമിത്രേ, എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിന്റെ മേക്കിട്ട് കയറരുത്. ആള് സൈലന്റ് ആയിരുന്നാലും ആണെങ്കിലും തരൂ. ഇല്ല, തള്ള പഴയ കരാട്ടയാന്ന് തോന്നുന്നു. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കന് 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. സുമിനി ഓക്കെ അല്ലേ? അല്ല, ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ളൊരു ഡൗട്ട്. അല്ല പെങ്ങളെ, നിനക്ക് 23 വയസ്സാണ് കിട്ടിയോളൂ കെട്ടാൻ. ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ? ഇങ്ങനെ കുറെ ഇറങ്ങിക്കൊടും പെണ്ണിന്റെ വില കളയാനായിട്ട്. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എട്ട് പൂട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? എന്താ സുനിലേ? ചൂടെടുക്കണ്. ഫാനുണ്ടോ? ഫാനില്ല. എന്താ സുനിലേ? വെള്ളം ദാഹിക്കണ്.
എനിക്ക് വേണ്ട. വേണ്ടേ? നിങ്ങളുടെ ഈ ശുശുവിളി ഒന്ന് നിർത്തിയാലേ മഞ്ജു വെച്ചിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. അവന്റെ ഒരു ശുശു. ഈ തളക്ക് ഉറക്കൂല. ഹലോ സുമി, നീ 2 ദിവസത്തെ ലീവ് അപ്ലൈ ചെയ്തിരുന്നില്ലേ? അത് രാഘവൻ സാർ റിജക്ട് ചെയ്തു. നിന്നോട് ഇന്ന് തന്നെ വരാനാ പറയണേ. ഓക്കെ രവി, ഞാൻ വരാം. സുഖേട്ടാ, ഒരു പ്രശ്നം. എന്താ? അവളെന്നെ ഒരു LKG ആയിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങൾ തമ്മിൽ പരിപാടിയൊന്നും നടന്നിട്ടില്ലേ? ഇനി ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ചില്ല എന്ന് വേണ്ട. ശ്രദ്ധിച്ചു കേട്ടണം. ആദ്യം തന്നെ നല്ല പിയർ സോപ്പിട്ടൊരു കുളി എന്നൊക്കെ വെച്ചാ നല്ല പതപ്പിച്ച് ആസ്വദിച്ച് വേണം കുളിക്കാൻ. പിന്നെ നമ്മളെ പോൺസിന്റെ പൗഡർ ഇല്ലേ, അത് മേലാകെ തൊട്ടില്ല എന്നും പറഞ്ഞങ്ങ് പൂശി വിടണം. പിന്നെ ചന്ദനത്തിന്റെ അത്ര കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ച് വിട്ടേക്കണം. നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷർട്ടിന്റെ ആദ്യത്തെ 2 ബട്ടൺ തുറന്നിട്ടണം. ഫാൻ അത് ഫുൾ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കോട്ടെ. ഇലയിൽ പൊതിഞ്ഞു വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം. ഡോറ് തുറന്ന് അവൾ അകത്ത് വരുമ്പോ ആ മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറി പറന്ന് നിന്റെ ആ നിപ്പും ആ നോട്ടവും. ഓ സുനിലേ, ബാക്കി നീ കണ്ടറിഞ്ഞു. I love it. സുനിലേ, ഇത് ക്ലാസ്സിലേക്ക് വേണ്ട ബുക്സാ. നല്ലോണം പഠിക്കണേ. ഓക്കെ. അവന്റെ ഒരു ഉണക്ക പൂവുമാണോ? എന്താ സെറ്റായില്ലേ? ഇല്ല. അല്ലെങ്കിൽ നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ആ നാൻസി, സുനിൽ എങ്ങോട്ടാ? ഞാൻ കോളേജിലോട്ട്. കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ? അത് സുനിലല്ലേ പറയണ്ടേ? എന്നെ നാൻസി വിളിച്ചിരുന്നു. ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട്. എന്താ സുനിലിന്റെ പ്രശ്നം? ഈ ബുക്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. സുനിലിന്റെ ആഗ്രഹപ്രകാരമല്ലേ കോളേജ് വിട്ടത്? ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ കോളേജ് വിട്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് തീരുമാനിച്ചിട്ട് എന്റെ മെക്കിടേറല്ലേ കോപ്പ്. ആ കോളേജിൽ കിടന്ന് അനുഭവിക്കണേ എനിക്കറിയാം. താൻ എന്തിനാ എന്നോട് ഇത് ചോദിക്കണേന്ന്? തന്റെ ചെലവ് ഞാനിവിടെ നിൽക്കണോണ്ടല്ലേ? സുമിത്രേ, എന്താ സുമി പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആ രാധ, ഇരിക്കെ. എന്താ സുമിത്രേ, സുമിയും ഭർത്താവും തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം? ഓ, സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തല്ലേ, അനുഭവിക്കട്ടെ. ചേച്ചി, എന്റെ കല്യാണ
ആ ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. നല്ല സൽസ്വഭാവിയായ കൊച്ച്. ആ കൊച്ചിനാണെങ്കിൽ ഇവനെ ഭയങ്കരമായി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ അത് നടത്താമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ആ എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമം. അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുമിത്ര ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അല്ല ഇവനൊന്ന് നോക്കിയേ. ഇവൻ എന്താ ഒരു കുറവ്? നല്ല ലുക്ക്, നല്ല ജോലി, പിന്നെ പ്രായം ഒരല്പം ഇത്തിരി കൂടുതലുണ്ട്. അതിനെന്താ, നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ? ആ സുമിത്രയ്ക്ക് അതിനുള്ള യോഗം ഇല്ലാതായി പോയി. ഇത് എവിടെയോ കിടന്ന ഒരു പീക്കിരി ചെറുക്കനും കെട്ടി. സുമിക്ക് ഇത്രയും പ്രായമായതല്ലേ, ഇവക്ക് ഇതിനുള്ള ബോധമൊന്നുമില്ലേ? തള്ളേ, നിങ്ങളുടെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. അടങ്ങടി. അവയൊന്നും മിണ്ടായിരിക്കും. അതെ, നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം. അതിനിപ്പോ എന്താ? ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ പുറകെ നടക്കാന്. എന്ത് പറഞ്ഞാലും ഇയാളുടെ ഒരു ഓഞ്ഞ ചിരി. അല്ലെങ്കിൽ എന്റെ ഇഷ്ടവും കഷ്ടമൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. മതി മതി, നീ എന്റെ ചെറുക്കനെ അപമാനിച്ചത്. പിന്നെ നിനക്ക് പ്രായം 20 എവിടെങ്ങാണ്ട് കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ച് കളഞ്ഞല്ലോടി. പിന്നെ നിനക്ക് ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യന് നിന്നോട് തോന്നിക്കൂടായില്ലല്ലോ. നീ അനുഭവിക്കണം, എന്നാലേ നീ പഠിക്കൂ. സുമിത്രേ, ഞങ്ങൾ ഇറങ്ങുക, വാടാ. ഇതൊന്നും താൻ കാര്യാക്കി എടുക്കണ്ടോ. ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ. എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ.